എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഹൈലി കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഡോക്ടർ എലിസബത്ത് അവരുടെ ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു ഒരു വീഡിയോയിലൂടെ. വീഡിയോയുടെ ഉള്ളടക്കം എന്ന് വെച്ചാൽ ഒരു കോമന്റിനുള്ള റിപ്ലൈ ആയിരുന്നു. ഒന്നല്ല, 1000 കോമന്റിനുള്ള റിപ്ലൈ. ഈ 1000 കമന്റുകൾ ഒക്കെ ഇട്ടിരുന്നത് ഒറ്റ അക്കൗണ്ടിൽ നിന്നാണ് കസ്തൂരി എന്ന് പറയുന്നത്. അപ്പോൾ കസ്തൂരി എന്ന് പറയുന്ന വ്യക്തി നമുക്കൊക്കെ വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷേ ഡോക്ടർ എലിസബത്തിന് വളരെ കൃത്യമായിട്ടറിയാം അതാരാണെന്ന്. ഈ കഥകളിലെ ഒരു മെയിൻ പോയിന്റിൽ നിൽക്കുന്ന വളരെ ക്രൂക്കഡ് ആയിട്ടുള്ള, വളരെ കണ്ണിങ് ആയിട്ടുള്ള, അതിനൊക്കെ അപ്പുറത്തേക്ക് ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം ഒട്ടുമേ പോയിട്ടില്ലാത്ത, ക്രിമിനൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന, അതിനെ സൈഡ് പിടിക്കുന്ന, അതിനപ്പുറത്തേക്ക് പറഞ്ഞാൽ ഒരു പെൺകുട്ടി വിക്ടിം ഭാഗത്ത് നിൽക്കുമ്പോൾ അതിനെ വീണ്ടും വീണ്ടും കുത്തി കീറുന്ന, കണ്ണിൽ ചോരയില്ലാത്ത ഏതോ ഒരു വനിതയോ പുരുഷനോ ആണ് കസ്തൂരി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തി എൻ്റെ വീഡിയോയുടെ അടിയിൽ ഇന്നലെ ഒരുപാട് കമൻറ്റുകൾ വാരി വിതറുന്നുണ്ടായിരുന്നു. ആദ്യം കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഈ കസ്തൂരി മറ്റേ കസ്തൂരി അല്ലേ എന്ന് ഞെട്ടിപ്പോയി. അപ്പോൾ കമൻറ്റിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഡോക്ടർ എലിസബത്ത് ആണ്. ഈ കസ്തൂരി ആണെങ്കിലും മിസ്റ്റർ ബാലൻ ആണെങ്കിലും ടാർഗറ്റ് ചെയ്യുന്നത് ഡോക്ടർ എലിസബത്തിനെ മാത്രമാണ് എന്ന് ഇന്നലെ എനിക്ക് മനസ്സിലായി. ഈ ബാലനും സുഹൃത്തുക്കൾക്കും ഈ കസ്തൂരി അമ്മൻ, കസ്തൂരി അണ്ണൻ, ഈ ഒരു കൂട്ടർക്ക് ഡോക്ടർ എലിസബത്തിനെ എന്തിനു ടാർഗറ്റ് ചെയ്യുന്നു എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ബാല എല്ലായിടത്തും മെയിൻ സ്ട്രീം ചാനൽസിലൊക്കെ പല ലാംഗ്വേജിലൊക്കെ പോയിരുന്നു പറയാറുണ്ടല്ലോ ലീഗലി രണ്ടാമത്തെ വിവാഹമാണ് എന്ന്. അപ്പോൾ ലീഗലി വിവാഹം ചെയ്തിരുന്ന ആളാണല്ലോ അമൃത. അപ്പം അമൃതയുമായിട്ടാണല്ലോ ഏറ്റവും കൂടുതൽ യുദ്ധങ്ങൾ, അത് സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും അല്ലാതെയാണെങ്കിലും നടന്നിട്ടുള്ളത്. അതിനെ തുടർന്ന് ഒരുപാട് പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ അടുത്തിടെ തന്നെ ഒരു അറസ്റ്റും ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഇത്രമാത്രം പ്രശ്നങ്ങൾ നടക്കുന്ന വ്യക്തിയോട് ഇത്രമാത്രം ഒരു ശത്രുതയോടുകൂടി അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് ചെയ്ത് ആ വ്യക്തിയെ കാണുന്നില്ല. ഇപ്പം അമൃതയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആണെങ്കിലും അത് സോഷ്യൽ മീഡിയയിൽ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു, അല്ലെങ്കിൽ കേസ് കൊടുക്കുന്നു, അറസ്റ്റിലാവുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഭയന്ന് വിറച്ച് ആൾ പറയുന്നുണ്ട് ഇനി ഞാൻ ഒന്നും മിണ്ടുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് മാറിയിരിക്കുന്നുണ്ട്. ആ സമയത്തൊക്കെയും ഒരു പ്രശ്നങ്ങളിലും ഉൾപ്പെടാതെ പിന്നോട്ട് മാറിയിരിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഡോക്ടർ എലിസബത്ത്. എനിക്ക് തോന്നുന്നു ഡോക്ടർ എലിസബത്ത് ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടുപോയി പല കാര്യങ്ങളിലും. അതായത് അല്ലെങ്കിൽ ഡോക്ടർ എലിസബത്തിൻ്റെ ബ്രെയിനിലേക്ക് ചില കാര്യങ്ങൾ ഇൻജക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാലനും കൂട്ടുകാരും. അതായത് നീ എൻ്റെ ലീഗൽ വൈഫല്ല, നീ നിയമപരമായിട്ട് പോയി കഴിഞ്ഞാൽ ഒരു കുന്തവും നേടാൻ പോകുന്നില്ല, എൻ്റെ രോമത്തിൽ പോലും ആർക്കും തൊടാൻ സാധിക്കത്തില്ല, കാരണം നീ എൻ്റെ ലീഗൽ വൈഫല്ല. അതുകൊണ്ടാണ് പലപ്പോഴും ഡോക്ടർ എലിസബത്ത് പിറകിലേക്ക് മാറിയിരുന്നത്. അമൃതയൊക്കെ വന്ന് മീഡിയയിലൂടെയും അല്ലെങ്കിൽ നിയമപരമായിട്ടും ഒക്കെ ഉറക്കെ സംസാരിക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ഒരുപാട് അനുഭവിച്ച ഡോക്ടർ എലിസബത്ത് പലപ്പോഴും ഭയന്ന് പിന്മാറിയായി ഇരിക്കുകയാണ് ചെയ്യുന്നത്. അതൊക്കെയല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത്. പലപ്പോഴും അവർ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഞാനായിട്ടൊരു പ്രശ്നത്തിനും പോകുന്നില്ല. വിച്ച് മീൻസ് ഈ പുള്ളിക്കാരത്തിയെ ഈ ബാലനും സുഹൃത്തുക്കളും നല്ല രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇൻജക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ബ്രെയിനിലേക്ക്. നീ നിയമപരമായിട്ട് പോയാൽ ഇവിടെ ഒന്നും സംഭവിക്കത്തില്ല, ഏത് രീതിയിൽ നീ എനിക്കെതിരെ നിന്നാലും നീ തോറ്റുപോകത്തേ ഉള്ളൂ എന്ന് ഭീഷണിയിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഈ പെൺകുട്ടിയെ പറഞ്ഞ് ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇവൾ അനുഭവിച്ച പല കാര്യങ്ങളും ഇവൾ പുറത്തു പറയാതെ ഇത്ര നാളും പേടിച്ച് പിന്നോക്കം മാറിയിരുന്നത്. ഈ കഴിഞ്ഞ ദിവസം അവൾ എക്സ്പ്ലെയിൻ ചെയ്തൊരു വീഡിയോയിൽ പലതവണ അവൾ പറയുന്നുണ്ട് ഭയമാണ്, വിറയ്ക്കുന്നുണ്ട്, എന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് ഒരുപാട് പേർ വരുന്നുണ്ട്, പക്ഷെ അവരൊക്കെ എത്ര നാൾ നിൽക്കുമെന്ന് അറിയത്തില്ല. ആ ഒരു ആത്മവിശ്വാസ കുറവാണ് ആദ്യം മാറ്റേണ്ടത്. കേരളം എന്ന് പറഞ്ഞാൽ പ്രശ്നത്തിലായി പോകുന്ന ആളുകളെ ചേർത്ത് നിർത്തുന്ന ഒരു സമൂഹമാണ്. അപ്പം അത് മനസ്സിലാക്കാതെ ഇരിക്കരുത്. ഇപ്പം ലൈഫ് ടൈം ഒരാളെ ചേർത്ത് നിർത്തുക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആണ്. പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളെ ചേർത്ത് നിർത്തുക തന്നെ ചെയ്യും, അത് 100% ഉറപ്പാണ്. അപ്പോൾ എലിസബത്തിനെ ഇത്രമാത്രം ടാർഗറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ബാലനും സുഹൃത്തുക്കൾക്കും കസ്തൂരിക്കൊക്കെ നന്നായിട്ട് അറിയാം. ഇല്ലീഗലായിട്ട് ഒരു പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടുവന്ന് പാർപ്പിച്ച് വീട്ടുതടങ്കലിൽ വെച്ച് അവളെ ശാരീരികമായിട്ട് പീഡിപ്പിച്ച് മാനസികമായി ടോർച്ചർ ചെയ്ത് എന്തിന് ബേസിക്കായിട്ട് അവൾക്ക് ലഭിക്കേണ്ട കുറേ റൈറ്റ്സ് പോലും നശിപ്പിച്ച്, അതായത് അവൾക്ക് ന്യൂമോണിയ ഇൻഫെക്റ്റഡ് ആയി, അതായത് മെഡിക്കലി പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടും മെഡിക്കേഷൻ കൊടുക്കാതെ അത്രമാത്രം മൃഗീയമായ രീതിയിൽ ഡൊമസ്റ്റിക് വയലൻസ്
അല്ലെങ്കിൽ ഈ പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചിരിക്കുന്നത് സൊസൈറ്റിയുടെ മുന്നിലും നിയമത്തിൻ്റെ മുന്നിലും ഏറ്റവും വലിയ തെറ്റാണെന്നും ഡോക്ടർ എലിസബത്ത് എന്നെങ്കിലും തല ഉയർത്തി നിയമത്തിൻ്റെ മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ കള്ളത്തോക്കും ഈ വിടുവായത്തരവും ഈ അഹങ്കാരവും എന്തൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞു നടക്കുന്ന ഈ ഒരു ചീട്ടുകൊട്ടാരവും ഒക്കെ ഒറ്റ നിമിഷം കൊണ്ട് തകർന്ന് വീഴും എന്നുള്ള കാര്യം ബാലനും സുഹൃത്തുക്കൾക്കും നന്നായി അറിയുന്നത് കൊണ്ടാണ് ഡോക്ടർ എലിസബത്തിനെ മാത്രം ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ബാലന് നന്നായിട്ട് അറിയാം ബാലൻ അടിതെറ്റി വീഴുന്നുണ്ടെങ്കിൽ അത് ഡോക്ടർ എലിസബത്ത് കാരണം മാത്രമായിരിക്കും. കാരണം വീട്ടുതടങ്കലിൽ വെച്ച് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു, ടോർച്ചർ ചെയ്തു, അവളുടെ ജീവിതം, അവളുടെ ഫ്യൂച്ചർ, അവളുടെ സകല എഡ്യൂക്കേഷൻ പോലും തകർത്ത് കളയുന്ന രീതിയിൽ അവളെ നശിപ്പിച്ച് നാറാണക്കല്ലെടുത്തു. അത് നിയമത്തിൻ്റെ മുന്നിലും സൊസൈറ്റിയുടെ മുന്നിലും തന്നെ തെറ്റുകാരനായി തന്നെ ചിത്രീകരിക്കുമെന്നുള്ള ഭയം കൊണ്ടാണ് ഡോക്ടർ എലിസബത്തിനെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം ഡോക്ടർ എലിസബത്ത് മനസ്സിലാക്കിയേ പറ്റത്തുള്ളൂ. കസ്തൂരി എന്ന് പറയുന്ന ഐഡിയയുടെ ഓണർ ആണാണോ, കസ്തൂരി അണ്ണനാണോ, കസ്തൂരി അമ്മയാണോ എന്ന് എനിക്കറിയത്തില്ല. ഡോക്ടർ എലിസബത്തിന് വ്യക്തമായിട്ടറിയാം അതൊരു ചെറിയ പുള്ളിയല്ല എന്നും അറിയാം. മെസ്സേജൊക്കെ വായിക്കുമ്പോഴും കമൻ്റൊക്കെ വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. അപ്പം എൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഇന്നലെ വന്ന ഒരുപാട് കമൻസ് ഉണ്ട് കസ്തൂരി ഇട്ടിരിക്കുന്നത്. ഞാനൊന്ന് അത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വലിയ തോതിൽ കമൻറ്റ് സെക്ഷനിലൂടെ പറയാൻ ശ്രമിക്കുകയാണ് നമ്മുടെ കസ്തൂരി അമ്മ. ഈ കമൻറ്റുകളൊക്കെ വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ബാലൻ ചേട്ടന് ഭയങ്കര പേടിയാണ്. ബാലൻ ചേട്ടൻ ഈ ഒരു കാര്യത്തിൽ ഡോക്ടർ എലിസബത്ത് നിയമപരമായി പോയി കഴിഞ്ഞാൽ കുരുക്കിൽ പെട്ടത് തന്നെ. അപ്പം ആ കുരുക്കിൽ നിന്നൊന്ന് അഴിക്കണം. അതായത് എങ്ങാനും ഒരു അറസ്റ്റോ കാര്യങ്ങളോ വന്നാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഡോക്ടർ എലിസബത്തിന് മാനസിക രോഗമാണെന്ന് വരുത്തി തീർക്കണം. ചില ആൾക്കാരൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ, പേപ്പറുകളിലും മാധ്യമങ്ങളിൽ കൂടിയൊക്കെ വായിച്ചിട്ടുണ്ട്. ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് മാനസിക രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഒരു കേസിൽ നിന്നും ഊരിപ്പോകാമെന്ന് ആരോ പറഞ്ഞ് ധരിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഈ ബുദ്ധിമാനായ ഈ ഒരു ബുദ്ധിരാക്ഷസൻ. ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും ചേർന്ന് എലിസബത്ത് എന്ന് പറയുന്ന ഡോക്ടറിന് മാനസിക രോഗമാണെന്ന് വരുത്തി തീർക്കാൻ വല്ലാണ്ട് അങ്ങോട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ 0 വാല്യൂ ആണ്. ആ ശ്രമത്തിനൊന്നും ഒരർത്ഥവുമില്ല. അപ്പോൾ കിട്ടാൻ പോകുന്ന ഈ ഒരു ശിക്ഷയിൽ നിന്നും ഒന്ന് ഊരിപ്പോകണമെങ്കിൽ എലിസബത്തിന് ഭ്രാന്താണ്, മാനസിക രോഗിയാണെന്ന് ഒന്ന് എവിടെയെങ്കിലും ഒന്ന് അടിച്ചുറപ്പിക്കണം, ആരെങ്കിലും ഒന്ന് വിശ്വസിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് ഊടാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരർത്ഥവുമില്ല. ഈ ചെയ്ത ക്രിമിനൽ നടപടികൾക്ക് മുന്നിൽ മാനസിക രോഗം എന്നൊക്കെ പറയുന്നത് എന്തെങ്കിലും ആണോ? എങ്ങനെ പ്രൂവ് ചെയ്യും? 5-6 പേരുടെ വീഡിയോയുടെ അടിയിൽ കൊണ്ടുവന്ന് പറ മാനസിക രോഗിയാണ് എലിസബത്ത് എന്നുള്ള രീതിയിൽ കമൻറ്റ് ചെയ്താൽ ഞങ്ങളൊക്കെ എലിസബത്തിനെ മാനസിക രോഗിയായിട്ട് മുദ്ര കുത്തുമോ? ഒരാളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും മെൻ്റലി ഫിറ്റാണ് അവർ. പക്ഷേ പലയിടങ്ങളിലും എനിക്ക് തോന്നിയിട്ടുണ്ട് ചില ആളുകൾക്ക് ഇത് എന്തിൻ്റെ കേടാണ്, പൊട്ടനാണോ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. ചെറിയൊരു വട്ടെവിടെങ്കിലും ഉണ്ടോ എന്നൊക്കെ തോന്നിയിട്ടുണ്ട് ചില കാര്യങ്ങളിൽ. എലിസബത്ത് കം ഹിയർ എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ വട്ടാണോ ദൈവമേ, ഇങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ കസ്തൂരി അമ്മ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് ഏറ്റവും കൂടുതലായിട്ട് പറഞ്ഞിരിക്കുന്നത് മലയാളികളെ ഇഷ്ടമല്ല എന്നുള്ളൊരു കാര്യം പറയാതെ പറയുകയാണ് ചെയ്യുന്നത്. കേരളൈറ്റ്സ്, മലയാളി പീപ്പിൾസ് വിദ്യാഭ്യാസത്തിൽ മുൻപന്തിയിലാണെങ്കിലും സാമാന്യ ബോധമില്ലെന്നാണ് പറയുന്നത്. എനിക്ക് തിരിച്ച് കസ്തൂരി അമ്മയോട് ചോദിക്കാനുള്ളൊരു കാര്യം, കസ്തൂരി അമ്മ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് റിപ്ലൈ തരണം, കമൻറ്റ് സെക്ഷനിൽ വരണം. ഞാൻ എപ്പോഴും വെൽക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വരൂ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കാം. അപ്പോൾ ഇത്രമാത്രം സാമാന്യ ബോധമില്ലാത്ത കേരളത്തിലേക്ക് വിദ്യാഭ്യാസത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഉന്നത കുലജാതരായിരിക്കുന്ന ഭയങ്കര വിവരമുള്ള ആളുകൾ എന്തിനാണ് കുറ്റിയും പറിച്ച് കേരളത്തിൽ വന്ന് ഇവിടുത്തെ പെൺകുട്ടികളെ കള്ളസ്നേഹം കാണിച്ച് പറ്റിച്ചിട്ട് അവരുടെ ജീവിതവും നശിപ്പിച്ച് അങ്ങേയറ്റം ക്രിമിനൽ ഒഫൻസുമായിട്ട് കേരളത്തിൽ തന്നെ കൂടിയിരിക്കുന്നത്? ഈ ബാലന് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഞാൻ കംപ്ലീറ്റ്ലി അതിനെ ഒപ്പോസ് ചെയ്യാണ്. ബാലൻ എന്ന് പറയുന്ന വ്യക്തിക്ക് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഇല്ല. നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ആണെങ്കിൽ പങ്കാളികളോടെല്ലാം ഈക്വലായിട്ട്, അതായത് ഒരുപോലെ തന്നെ ആയിരിക്കണം ഈ ഒരു ആക്രമണ സ്വഭാവം, ഈ വൃത്തികെട്ട സ്വഭാവം കാണിക്കുന്നത്. പക്ഷേ ഈ പുള്ളിയെ നോക്കുകയാണെങ്കിൽ പുള്ളി കല്യാണം കഴിച്ചിരുന്ന 2 പെൺകുട്ടികളും കേരളത്തിൽ നിന്നുള്ളതാണ്. ഈ പെൺകുട്ടികളെ മാനസികമായും ശാരീരികമായും ടോർച്ചർ ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്തിരുന്ന രീതികളൊക്കെ ഒരുപോലെ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരുടെ തമിഴ്നാട്ടിൽ നിന്നും
ഒരു ചെല്ലക്കുട്ടിയെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന് ആ പെൺകുട്ടിയോട് ഇതൊന്നും കാണിക്കുന്നില്ല. ഭയങ്കര സ്നേഹമാണ്. വാരി കൊടുക്കുന്നു, കോരി കൊടുക്കുന്നു, ചേർത്ത് നിർത്തുന്നു, ഒപ്പം നിർത്തുന്നു, ഒട്ടിച്ചു നിർത്തുന്നു, കുക്ക് ചെയ്യുന്നു. അതെങ്ങനെ ഒരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അതിൽ കാണാൻ പറ്റും? ഇത് മിക്കവാറും ഒരു സ്റ്റേറ്റുകൾ തമ്മിലുള്ള യുദ്ധം ഉണ്ടാകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ഇനി നമ്മളിങ്ങനെ ആഴത്തിൽ പഠിച്ച് ചെന്നാലേ ഈ പുള്ളിക്കും കൂട്ടുകാർക്കും കേരളം കണ്ടുകൂടാ, പക്ഷേ കേരളത്തിലേ നിൽക്കത്തുള്ളൂ. അപ്പോൾ കേരളം കണ്ടുകൂടാത്തത് കൊണ്ട് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് അവിടുന്ന് ഇറക്ക്. അതായത് നമ്മുടെ മിന്നൽ മുരളിയിൽ മാറാലാഹ എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസർ ഉണ്ടല്ലോ, സർ ഇത്ര നാളത്തെ ഞാൻ ഈ കേസ് പഠിച്ചതിന് ശേഷമുള്ള എൻ്റെ ഊഹാപോഹങ്ങളാണ്. അപ്പോൾ അതുപോലെ ഒരു ഊഹാപോഹം ഞാൻ അങ്ങോട്ട് പറയുകയാണ്. അതായത് കുറേ നാളിങ്ങനെ സ്ക്രിപ്റ്റൊക്കെ ഈ കേരളത്തിനെ കണ്ടുകൂടാം. അപ്പോൾ കേരളത്തിനെ പോയി എങ്ങനെയെങ്കിലും തകർക്കണം, ആദ്യം അവിടുത്തെ പെണ്ണുങ്ങളെ തകർക്കണം എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് കുറ്റിയും പറിച്ച് ഇവിടെ വന്ന് കേരളത്തിൽ നിന്ന് കെട്ടിയ 2 പെൺകുട്ടികളോടും ഭയങ്കരമായ രീതിയിലുള്ള ഡൊമസ്റ്റിക് വയലൻസും ഒക്കെ ചെയ്തിട്ട് ഇവരുടെ സ്വന്തം നാട്ടിൽ നിന്നൊരു പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ട് ഇതേ നാട്ടിൽ കേരളത്തിൽ തന്നെ നിന്നുകൊണ്ട് അവളെ സ്നേഹിക്കുന്നു, അവളെ കൊഞ്ചിക്കുന്നു, അവളെ പരിപാലിക്കുന്നു, അവളെ കെയർ ചെയ്യുന്നു. എങ്ങനെ സാധിക്കും ഒരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റിക്ക്? അദ്ദേഹത്തിന് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്ന് ഇനിയും നിങ്ങൾ ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ കൂടെ വന്ന് മുദ്ര കുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തോ, അതൊക്കെ അപകടമാണ്. ഇദ്ദേഹം ഓരോ കേസിൽ നിന്നും ഊരിപ്പോരാൻ പാകത്തിനുള്ള ഒരു നൂലാമാലകൾ മാത്രമായി പോകും. അത് ഇദ്ദേഹത്തിന് യാതൊരു മാനസിക രോഗങ്ങളുമില്ല, ഒരു പ്രശ്നങ്ങളുമില്ല. ഇദ്ദേഹത്തിന് കേരളം എന്ന് പറയുന്ന സംഭവത്തെ കണ്ടുകൂടാ, കേരളത്തിലുള്ളവരെയും ഇഷ്ടമല്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ തെളിവുണ്ട്. കസ്തൂരി എന്ന് പറയുന്ന വ്യക്തി ഏറ്റവും കൂടുതൽ, എൻ്റെ കമൻറ്റ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, പറഞ്ഞിരിക്കുന്നത് കേരളത്തിലുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസമുണ്ട് പക്ഷേ സാമാന്യ ബോധമില്ല എന്ന്. സാമാന്യ ബോധമില്ലാത്ത ഈ നാട്ടിലേക്ക് നിങ്ങളുടെ ആളുകളെ എന്തിനു കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നു? തിരിച്ചിട്ടൊക്കെ വൈക്കം എന്ന് പറയുന്നൊരു സ്ഥലത്ത് പോയി താമസിക്കുന്നുണ്ട്. അവിടെയും എല്ലാവരെയും പൊട്ടന്മാരായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ അങ്ങ് വാഴ്ത്തുന്നുണ്ട്. ഇദ്ദേഹം വൈക്കത്ത് കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഒരു പ്രോപ്പർട്ടിയും വീടുമൊക്കെ സ്വന്തമാക്കിയിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ആ ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമേ, കേരളത്തിലൊരു നിയമമുണ്ട്. പാടത്തിൻ്റെ കരയിലും ഈ തോട്ടിൻ്റെ കരയിലും ആറ്റിൻ്റെ കരയിലൊക്കെ ഉള്ള പ്രോപ്പർട്ടിക്ക് സെൻറ്റിന് 5000 രൂപയ്ക്കേ കിട്ടത്തുള്ളൂ. മാത്രമല്ല ആ വീടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, വളരെ ലോ ബഡ്ജറ്റിൽ വളരെ വില കുറഞ്ഞ മെറ്റീരിയൽസ് ഒക്കെ കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന ഒരു തട്ടിക്കൂട്ട് വീടാണത്. അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന കോടീശ്വരം ഒന്നും ഞാൻ കാണുന്നില്ല. അപ്പോൾ പിന്നെ റിവർ ഫ്രണ്ടേജ് അല്ലെങ്കിൽ വാട്ടർ ഫ്രണ്ടേജ് ആയിട്ടുള്ള അപ്പാർട്ട്മെൻറ്റ്സ് അല്ലെങ്കിൽ വില്ലാസ്, അതിനൊക്കെ ഒരു ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നോക്കുമ്പോൾ അങ്ങനെയൊന്നും അല്ല. അപ്പോൾ തോട്ടിൻ്റെ കരയിൽ, ആറ്റിൻ്റെ കരയിൽ, പാടത്തിൻ്റെ കരയിലൊക്കെ ഉള്ള വീടുകൾക്ക് അല്ലെങ്കിൽ പ്രോപ്പർട്ടിക്കൊക്കെ നല്ല വില കുറവിൽ തന്നെ കിട്ടും. ഇവർക്ക് കേരളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കൂട്ടർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള പെൺകുട്ടികളോട് മാത്രമാണ് ഇദ്ദേഹം ഈ രീതിയിലുള്ള വളരെ സങ്കീർണമായിട്ടുള്ള പീഡനക്രമങ്ങളും മൂന്നാം മുറകളും ഒക്കെ എടുത്തിട്ടുള്ളത്. ഇവരുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഈ പെൺകുട്ടിയെ വളരെ നല്ല രീതിയിൽ വളരെ കെയർ ചെയ്ത് സ്നേഹിച്ച് ഇദ്ദേഹത്തിന് ജീവിക്കാൻ പറ്റുമെങ്കിൽ ഇദ്ദേഹം ഒരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി അല്ല. ഇത് ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്നും ഇദ്ദേഹം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വ്യക്തിത്വം മാത്രമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കണം, അവൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത ഒരു നാട്ടിൽ നിന്നുകൊണ്ട് അവിടുത്തെ പെൺകുട്ടികളെ പുള്ളിക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അത് അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ക്രിമിനൽ ക്യാരക്ടറാണ്. മനസ്സിലായില്ലേ? അപ്പോൾ കസ്തൂരിക്കും കൂട്ടുകാർക്കും എവിടെയൊക്കെയോ പിഴച്ചു പോകുന്നുണ്ട്, താളം പഴിച്ചു പോകുന്നുണ്ട്. കാരണം ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ പബ്ലിക്കായിട്ട് കമൻറ്റിലൊക്കെ നിങ്ങൾ കേരളത്തെ ഇഷ്ടമല്ല, കേരളത്തിലെ ആൾക്കാരെ കൊള്ളില്ല എന്ന് പറയുമ്പോൾ കണക്ട് ചെയ്യുകയാണ്. വിവരമില്ലാത്ത കേരളത്തിലെ ആൾക്കാരുണ്ടല്ലോ, ഇവരുടെ വിവരം അങ്ങനെ പെട്ടെന്നൊന്നും പുറത്ത് കാണത്തില്ല. ഇതൊക്കെ ഇങ്ങനെ വായിച്ച് ഇവരിങ്ങനെ സൂക്ഷ്മമാക്കി നോക്കിക്കൊണ്ടിരിക്കും ഇത് എവിടം വരെ പോകുമെന്ന്. അപ്പോൾ കസ്തൂരിയുടെ മെസ്സേജുകളിൽ അല്ലെങ്കിൽ കോമൻറ്റുകളിൽ കൂടുതലായിട്ടും നിൽക്കുന്നത് കേരളത്തിലോടുള്ള ഒരു ഹെയ്റ്റാണ്, ഒരു ഇഷ്ടക്കേടാണ്. അപ്പം ആ ഒരു ഇഷ്ടക്കേട് പലപ്പോഴും ഇത് ഇവിടുത്തെ മനുഷ്യരിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ ആരുടെയൊക്കെ വീഡിയോയുടെ അടിയിൽ പോയി കമൻ്റ് ഇട്ടാലും ഡോക്ടർ എലിസബത്തിന് എന്നും സപ്പോർട്ട് മാത്രമാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലായത് കൊണ്ടാണ്. ഈ ഒരു പെൺകുട്ടികൾക്കും ഈ ഒരു അവസ്ഥ വരാതെ ഇരിക്കട്ടെ. കാരണം ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വന്തം മാതാപിതാക്കളുടെ മുന്നിൽ പോലും ഒരു സീറോ വാല്യൂ ആയിപ്പോകും. എന്തുകൊണ്ട് നീ ഞങ്ങളുടെ വാക്ക് കേൾക്കാതെ ഇറങ്ങിപ്പോയതല്ലേ, എന്നിട്ടിപ്പോൾ എന്തായി എന്നുള്ളൊരു ചോദ്യം ഒരു പുച്ഛമായിട്ടും ഒരു കളിയാക്കലായിട്ടും ഒരു കുത്തലായിട്ടും എന്നും ഒരു വിങ്ങലായിട്ടുമൊക്കെ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഇങ്ങനെ കിടക്കുമെന്ന് മരണം വരെ. അവളുടെ ജീവിതത്തെ ഒന്നുമല്ലാതാക്കി തീർത്ത, അവളുടെ ഫ്യൂച്ചറിനെ മുഴുവൻ അടിച്ച് തൊലച്ച് നശിപ്പിച്ച് ഡിപ്രഷനുള്ള ടാബ്ലറ്റ്സ് ഒക്കെ എടുത്തിട്ടാണ് ആ പെൺകുട്ടി ഇപ്പോൾ ജീവിക്കുന്നത്. ആ ഒരു രീതിയിലേക്ക് ആ പെൺകുട്ടി ആക്കി തീർത്ത സാഹചര്യങ്ങളും ആ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയവരും വളരെയധികം സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ചുമ്മാതെ കള്ളത്തൂക്കും ഓലപ്പാമ്പും കാട്ടി ഇങ്ങോട്ട് പേടിപ്പിക്കാൻ വരേണ്ട ആവശ്യമില്ല. എന്നും സത്യത്തിൽ മാത്രം വിശ്വസിക്കും മലയാളികൾ. നിങ്ങൾ പറയുന്നു മലയാളികൾക്ക് സാമാന്യ ബോധം ഇല്ല എന്ന്. നിങ്ങൾക്ക് അങ്ങേയറ്റം ബോധമുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു പെൺകുട്ടിയെ മാനസിക രോഗിയാക്കി ചിത്രീകരിച്ച് ഒരു ക്രിമിനലിനെ ഈസിയായിട്ട് ഊരിയെടുക്കാൻ നോക്കുന്നത്. അതൊന്നും ഇവിടെ നടക്കത്തില്ല. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി മലയാളിക്കുണ്ട്.
മലയാളി എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കില്ല ഞങ്ങൾക്ക് ബുദ്ധിയുണ്ട് വിവരമുണ്ട് എന്ന്. അത് എടുക്കേണ്ട സമയത്ത് മാത്രമേ എടുക്കത്തുള്ളൂ. അതുകൊണ്ട് ഓലപ്പാമ്പും കള്ളത്തൂക്കും ആ ചീട്ട് കൊട്ടാരവും ഒന്നും താഴെ വീഴാതെ സൂക്ഷിക്കുക എന്നുള്ളത് നിങ്ങളുടെ മാത്രം കടമയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കോമൻറ്റ് ചെയ്യുക. എസ്പെഷ്യലി കസ്തൂരി കോമൻറ്റ് ചെയ്യുക റിപ്ലൈ ആയിട്ട്. താങ്ക് യു സോ മച്ച്.